ഹലോ ഗൈസ്, ഇനിയാണ് നമ്മുടെ യുദ്ധം ആരംഭിക്കാൻ പോകുന്നത്. ഇന്നാണ് സെക്കൻഡ് മെയിൻ എക്സാം, അതായത് നമ്മുടെ സെം എക്സാം അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ്. എനിക്കിടാനുള്ള ഡ്രസ്സാണ് കേട്ടോ അമ്മ ഷേപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ചേച്ചിയുടെയാണേ ആളിവിടെ എന്തോ കാരണത്തിൽ മറന്നു വെച്ചതാണ്. പഠനമൊക്കെ ഒരു വഴിക്കാക്കി ഒരു ഫ്രഷ് കുളി പാസ്സാക്കാമെന്ന് വെച്ചു. ബാത്റൂമിലാണെ സോപ്പ് തീർന്നു. അതുകൊണ്ട് തന്നെ അമ്മ എനിക്ക് റെക്കമെൻഡ് ചെയ്തു ജീവാസോ. ഒരു പീസ് ഓറഞ്ച് സന്തൂറിനോടൊപ്പം അതിനെ ഞാൻ ഒട്ടിച്ചും വെച്ചു. സെമ്മായോണ്ട് കിളി അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീം, ലിപ് ബാം കൂടാതെ ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്ത് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി കുറച്ച് കഥയാവാം. ഇന്നലെ മൊത്തത്തിലൊരു ജിങ്കജിക്കായിരുന്നു കേട്ടോ, ഡ്യൂ ടു കോസ്റ്റ് അക്കൗണ്ടിങ് ഹാങ് ഓവർ. വലിയ സീനൊന്നും ഇല്ലായിരുന്നു. പിന്നെ തളരരുത് രാമൻകുട്ടി എന്നാണല്ലോ. ഇനി കാണാൻ പോകുന്നത് എല്ലാവരും എന്നെ നീലക്കുയിൽ നിന്നൊക്കെ വിളിച്ച് കളിയാക്കുമെങ്കിലും എൻ്റെ നീല ഐലൈനറാണ് കേട്ടോ. സ്റ്റുഡിയോയിൽ നിന്ന് വളരെ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച മേടിച്ചാണ്. എല്ലാവരും എന്നെ ട്രോളുന്നത് കൊണ്ട് തന്നെ ഞാൻ ബ്ലാക്കിൻ്റെ മുകളിലായിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബ്ലൂ ഇടുന്നത്. നല്ല രസമല്ലേ? ആർക്കും എസ്തെറ്റിക് മൈൻഡ് ഇല്ലെന്നേ, എന്ത് ചെയ്യാനാ. അങ്ങനെ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടോ. പഠിക്കാമെന്ന് കരുതി 5, 5:30, 6 ഇങ്ങനെയുള്ള രീതിയിൽ അലാറം വെച്ചുവെങ്കിലും ഈ ഒരൊറ്റ അലാറത്തിൽ എഴുന്നേക്കാതെ എണീറ്റത് 8 മണിയായപ്പോഴായിരുന്നു. ഇത് ഞാൻ ആ ചുരുങ്ങിയ സമയം കൊണ്ട് അമ്മയ്ക്ക് ഉണ്ടാക്കി വെച്ച ഒരു പണിയാണേ, അറിയാതെ ഫാനിട്ട് പോയി. എലക്ഷൻ കാരണം പോസ്റ്റ്പോൺ ചെയ്ത എക്സാംസ് ഒക്കെ കൂടി കൂട്ടുമ്പോൾ ഏപ്രിൽ ഫുൾ നമുക്ക് എക്സാം ആണ്. അതിന്റെ കൂടെ ACCയുടെ മോക്ക് എക്സാമും ഒറിജിനൽ എക്സാമും എല്ലാം കൂടെ ആയിട്ട് വളരെയധികം സ്ട്രെസ്സാണ്. അത് കഴിഞ്ഞപ്പോൾ റോഡിൽ ചൂടിന്റെ സ്ട്രെസ് വേറെ. ഒറ്റ വണ്ടി പോലും കിട്ടാതെ ലാസ്റ്റ് നമ്മൾ നടന്നാണ് ബസ്സിൽ കയറിയത് ഗൈസ്. അങ്ങനെ നമ്മൾ കോളേജിലെത്തി. അങ്ങനെ മാക്സിമം 4:30 വരെയാണ്. ആ സമയമായപ്പോൾ പണിയായുധങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹാളിന്റെ പുറത്തിറങ്ങി. പിന്നെ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ആയേക്കാം, ഇതുവരെ കാണിച്ചില്ലല്ലോ. ഇതായിരുന്നു നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. അങ്ങനെ കോളേജിൽ ഇപ്പം ഇലക്ഷന്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടാതെ ഇലക്ഷന്റെ കുറേ വണ്ടികളുണ്ട് കേട്ടോ. പ്രായമായവരെ വോട്ട് ചെയ്യിക്കാനും കൂടിയായിട്ട് ഇപ്രാവശ്യം സംവിധാനം ഉണ്ടായിരുന്നു. അതിനുശേഷം കൃപയിൽ കയറി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ ഡ്രസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് വേണമായിരുന്നു. അപ്പം അതിനായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് ലാസ്റ്റ് ഒരു ലേസുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഏതായാലും കാഞ്ഞിരപ്പള്ളി വരെ പോയതല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാണ് കണ്ടത്. ഗ്ലോബലിൽ കയറി ലേണേഴ്സിന്റെ ഫോട്ടോ സ്റ്റാറ്റും എടുത്തു. അതിനുശേഷം ഫലൂഡ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പോയി. ആളുടെ ട്രീറ്റ് ആയിരുന്നെങ്കിലും ആൾ എനിക്ക് സ്നേഹം വാരിക്കോരി തരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് വെക്കാറുണ്ട്, പൈസയൊന്നും നോക്കാതെ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കയ്യിൽ പൈസ ഉണ്ടായിരുന്നു ട്യൂഷൻ കഴിഞ്ഞതിന്റെ. അപ്പം അതുകൊണ്ട് ഞാനങ്ങ് ട്രീറ്റ് ചെയ്തു. ആളൊന്ന് ഞെട്ടിയായിരുന്നേ, ഒട്ടും എക്സ്പെക്ട് ചെയ്ത് കാണത്തില്ല. ഇതൊക്കെ വളരെ കുറവായിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടികളാണ്. അങ്ങനെ ഒരു കളി കളിച്ചു, അതിൽ ഞാൻ വിൻ ചെയ്തു. ക്ലേറ്റ് സ്മൂത്തി എത്തിയിട്ടുണ്ടായിരുന്നു. വേനൽ മഴ ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കുള്ള ആ ഒരു വരവും മണ്ണിന്റെ മണവും ഒക്കെ ആയിട്ട് വരാൻ എന്ത് രസാന്നറിയോ. തേനീച്ചക്കൂട് പ്ലേസ് ചെയ്തിട്ടില്ലായിരുന്നു, അതിന്റെ പൊസിഷൻ ചെറുതായിട്ടൊന്നും മാറ്റി കേട്ടോ. അതിനാണെങ്കിൽ മഴ നനയാതിരിക്കാൻ എന്നും ഇങ്ങനെ കവറുമ്മയാണ് എപ്പോഴും മറക്കും. ഇവിടെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് റോണി സാറാണ്. സ്ഥാനാർത്ഥിക്കപ്പുറം നമ്മുടെ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ്. പേഴ്സണലി എനിക്കങ്ങനെ സാറിനെ അറിയത്തില്ല, കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി അല്ല. എങ്കിൽ പോലും നമ്മുടെ കോളേജിൽ നിന്ന് ഒരു സാർ നിൽക്കാന്ന് പറയുമ്പോൾ അതൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ.